ഏറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ വർഷത്തെ സെയിൽസും പർച്ചേസുകളും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പുതിയ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി മാറ്റേണ്ടതാണ്. പുതിയ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയ സമയത്ത് സ്റ്റോക്കിന്റെ ഓപ്പണിംഗും ലെഡ്ജർ ബാലൻസും ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലോ കഴിഞ്ഞ വർഷത്തെ ട്രാൻസാക്ഷൻസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ ആണ് ഇത് ചെയ്യേണ്ടത്. അതിനായി ആദ്യം പുതിയ സാമ്പത്തിക വർഷത്തിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ടൂൾസ് എന്ന മെനുവിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ എടുത്ത് 2026-2027 എന്നുതന്നെയാണോ ഉള്ളതെന്ന് നോക്കുക. അതിനുശേഷം ടൂൾസ് എന്ന മെനുവിൽ അഡ്വാൻസ്ഡ് ടൂൾസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന ഓപ്ഷൻ എടുക്കുക. മുകളിലെ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് വിശദാംശങ്ങൾ വരും. ഈ വിശദാംശങ്ങളാണ് പുതിയ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി വരിക. ഇത് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ സാമ്പത്തിക വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷത്തെ ബില്ലുകളിലോ പർച്ചേസുകളിലോ മാറ്റം വരുത്തിയാൽ സ്റ്റോക്കിൽ മാറ്റം വരാം. അങ്ങനെ വന്നാൽ ഈ കാര്യം വീണ്ടും ചെയ്യുകയോ മാറ്റം വന്ന ഏറ്റത്തിൽ സ്റ്റോക്ക് മാറ്റിക്കൊടുക്കുകയോ ചെയ്യണം. അതിനായി ക്രിയേറ്റ് ഏറ്റം മാസ്റ്റർ ഏറ്റം ഡീറ്റെയിൽസ് അതേഴ്സ് ഏറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്താൽ മതി. ഏറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ വർഷത്തെ സെയിൽസും പർച്ചേസുകളും